വന്ന് പിണറായിക്ക് എന്തു പറഞ്ഞാലും പിടിക്കാത്ത അവസ്ഥയായി. ഒന്ന് പ്രശംസിക്കാമെന്ന് വെച്ചാൽ അതിനും വയ്യ. ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയരുതെന്നാണ് അവസ്ഥ. പ്രത്യേകിച്ച് വേദിയിലുള്ള അവതാരകർ. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടമില്ല. ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷോഭം. പ്രസംഗവേദിയിൽ പലതരത്തിൽ പിണറായിയുടെ ക്ഷോഭം ചർച്ചയായിട്ടുണ്ട്. സ്വാഗത പ്രസംഗം കൂടിയാൽ വഴക്ക്, മൈക്ക് കംപ്ലൈന്റ് ആയാൽ വഴക്ക്, അങ്ങനെ പലതും. ഇതാദ്യമായാണ് നല്ലത് പറഞ്ഞതിനും വഴക്ക് പറയുന്നത്. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്, ഇതായിരുന്നു അവതാരിക പറഞ്ഞത്. ഇതോടെ വേദിയിൽ നിന്ന് മടങ്ങിയ മുഖ്യമന്ത്രി പിണറായി സിനിമാ സ്റ്റൈലിൽ തിരിഞ്ഞു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു: അമാതിരി കമന്റ് വേണ്ട, നിങ്ങൾ ആളെ വിളിക്കുന്നുവെങ്കിൽ അത് മതി. ഇതായിരുന്നു ക്ഷോഭത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ശേഷം ഇരിപ്പിടത്തിലെത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത സീറ്റിലുള്ള പ്രമുഖനോട് എന്തോ സംസാരിക്കുകയും ചെയ്തു. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും പിണറായി വിജയന്റെ അതിവിശ്വസ്തനുമായ എ റഷീദായിരുന്നു തൊട്ടടുത്ത സീറ്റിൽ ഉണ്ടായിരുന്നത്. റഷീദിനോട് മുഖ്യമന്ത്രി എന്തോ പറയുകയും ചെയ്തു. ഇത് കേട്ടിട്ടും അവതാരക പതറിയില്ലെന്നതാണ് വസ്തുത. ഒന്നും സംഭവിക്കാത്ത വിധം റവന്യൂ മന്ത്രിയായ കെ രാജനെ ഉപചാരപൂർവ്വം ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ഒന്നും സംഭവിക്കാത്ത വിധം അടുത്ത പ്രസംഗവും നടത്തി. നവകേരള സദസ്സിനിടെ മുൻ മന്ത്രി കെ ശൈലജയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു. ഇതിന് സമാനമായി പ്രൊഫസർ PS ശ്രീകലയെ ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ സ്വാഗത പ്രസംഗത്തിന് വിമർശിച്ചതും വൈറലായി. ഇതിനൊപ്പം പ്രകാശം കൂടിയ ലൈറ്റിംഗ് സംവിധാനത്തിന് എതിരായ പ്രതികരണവും മൈക്ക് ഓപ്പറേറ്റർ വിഷയവുമെല്ലാം കേരളം ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ഇന്ന് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്നത്. വേദിക്ക് പിന്നിലായിരുന്നു അവതാരക നിന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദം മാത്രമേ പുറത്തു കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഏതായാലും മുഖ്യമന്ത്രിയുടെ ക്ഷോഭത്തോടെയുള്ള പ്രതികരണം വന്നിട്ടും പകച്ചില്ലെന്നതാണ് വസ്തുത. അങ്ങനെ ശത്രുക്കളെ വരെ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് മുട്ടുകുത്തിച്ച മുഖ്യൻ നാണം കെട്ടു എന്ന് തന്നെ പറയാം. മട്ടന്നൂരിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ പ്രസംഗം കൂടിപ്പോയെന്ന് പറഞ്ഞ് ശൈലജ ടീച്ചറെ അപമാനിച്ചതുപോലെ എല്ലാവരോടും ചെയ്യാമെന്ന് കരുതിയ മുഖ്യന് തെറ്റി. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രിയായിരുന്ന ജനങ്ങളെ രാജാവിനെ പോലെ ഭരിക്കാമെന്നായിരുന്നു മുഖ്യൻ കരുതിയതെങ്കിൽ തെറ്റി. താങ്കൾ പറയുന്നതും കേട്ട് വാലും ചുരുട്ടിയിരിക്കാൻ ഇത് അന്തം കമ്പികളല്ല, സാധാരണക്കാരായ ജനങ്ങളാണ്.